നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയാലും നിങ്ങളൊരു എംപ്ലോയി ആയാലും അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് മാൻ ആണെങ്കിലും യു മസ്റ്റ് നീഡ് ടു നോ ദിസ് ഈ സ്കിൽസ്. ആൻഡ് ഈ സ്കിൽസ് ഒന്നും നിങ്ങൾക്ക് ആരും സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു തരില്ല, ബട്ട് ഞാൻ പറഞ്ഞുതരാം. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഐ എം മുബഷിർ ആൻഡ് ഐ ടോക്ക് അബൌട്ട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സ്കിൽ നമ്പർ 1, കമ്മ്യൂണിക്കേഷൻ. നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ അറിയാം, ബട്ട് നിങ്ങൾക്ക് നിങ്ങളെ കസ്റ്റമറിനോട് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊഡക്റ്റോ നിങ്ങളെ സർവീസോ അവിടെ ആരും വാങ്ങാൻ പോകുന്നില്ല. സോ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റോ സർവീസോ ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട സംഭവമാണ് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളോട് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ മേ ബി ടീച്ചർ ആവാം, നിങ്ങളെ പാരൻസ് ആവാം, നിങ്ങളുടെ ചിൽഡ്രൻ ആവാം, നിങ്ങളെ ഓഡിയൻസ് ആവാം, നിങ്ങളെ കസ്റ്റമർ ആവാം, നിങ്ങളെ ഫ്രണ്ട്സ് ആവാം, കോളേജസ് ആവാം, ആരായാലും ഓലേറ്റ് ഓലെ സ്റ്റാറ്റസ് ഓലെ വാല്യൂ മനസ്സിലാക്കിയിട്ട് ഓലോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഓലെ നേരിക്ക് നല്ല രീതിക്ക് വർത്താനം പറഞ്ഞ് ഡീല് ചെയ്യാമെന്ന് ആദ്യം പഠിക്കേണ്ട സംഭവമാണത്, അതായത് കമ്മ്യൂണിക്കേഷന്. സോ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. സ്കിൽ നമ്പർ 2, കൺസിസ്റ്റൻസി. എല്ലാവർക്കും ലൈഫിൽ പെട്ടെന്ന് സക്സസ് ആവണം. ഓല് തുടങ്ങുന്ന ഫസ്റ്റത്തെ ബിസിനസ് തന്നെ സക്സസ് ആവണം, അല്ലെങ്കിൽ ഓർക്ക് കിട്ടിയ ഫസ്റ്റത്തെ ജോലിയിൽ തന്നെ ഫസ്റ്റത്തെ മന്തിൽ തന്നെ ഓർക്ക് 1 lakh സാലറി വേണം. അങ്ങനെ പെട്ടെന്ന് എല്ലാവരും ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ പോലെ. ബട്ട് ഇവിടെ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അത്ര പെട്ടെന്ന് സക്സസ് ആവാൻ പറ്റൂല. മേ ബി നിങ്ങൾ അത്ര പെട്ടെന്ന് ഒരു 1 year കൊണ്ടോ അല്ലെങ്കിൽ 6 months കൊണ്ടോ സക്സസ് ആയാൽ തന്നെ അതിനൊരു ലോങ് ടേം എബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള സംഭവം അതിലുണ്ടാവില്ല. നിങ്ങൾ ഈ വേൾഡിൽ സക്സസ് ആയ ഏതൊരാളെടുത്ത് നോക്കിയും ഓലൊക്കെ ആ ഒരു സക്സസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെട്ടേക്കാം ഓല എത്രയോ ഇയേഴ്സ് ഓഫ് കൺസിസ്റ്റൻ്റ് ആയ വർക്ക് കൊണ്ടേ കാരണം. നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിരുന്ന് മാത്രം നിങ്ങൾ ലൈഫിൽ സക്സസ് ആവില്ല. കൺസിസ്റ്റൻസി പറയണത് നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ വേണ്ട കുറേ എലമെൻറ്റത്തെ ഒറ്റൊരു എലമെൻറ്റ് മാത്രമാണ് ഈ കൺസിസ്റ്റൻസി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാർ ഓടണമെന്നുണ്ടെങ്കിൽ അതിന് 4 ടയർ വേണം. അതിൽ ഒരു ടയർ പോയാൽ എന്തായി, കാറിൻ്റെ വേഗത കുറഞ്ഞു, അല്ലെങ്കിൽ മേ ബി കാർ ഓടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് സക്സസ് ആവാൻ കുറേ എലമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യണം. ഡിസിപ്ലിന്, കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ നമ്മളെ കുറേ ഗ്രാറ്റിഫിക്കേഷനെ കുറിച്ച് പഠിച്ച് അങ്ങനെ കുറേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ടാലൻറ്റ്, ഇങ്ങനെ കുറേ സംഭവങ്ങളത്തെ അതിൽ ഒറ്റ എലമെൻറ്റ് മാത്രമാണിത് കൺസിസ്റ്റൻസി. ബട്ട് കൺസിസ്റ്റൻസി ഇല്ലാതെ നമുക്ക് സക്സസ് ആവാൻ പറ്റുമോ? അതും ഇല്ലേനും. നിങ്ങൾക്ക് കൺസിസ്റ്റൻസിനെ നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ ദി പവർ ഓഫ് കൺസിസ്റ്റൻസി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റത്തെ യൂട്യൂബ് വീഡിയോ കണ്ടാൽ മതി. അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷന് ദി പവർ ഓഫ് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്കിൽ നമ്പർ 3, ലാസ്റ്റത്തെ സ്കില്ലാണ് ബി എ ലൈഫ് ലോങ് ലേണർ. എല്ലാവരും വിചാരം നമ്മളെ സ്കൂള് അല്ലെങ്കിൽ നമ്മളെ കോളേജ് പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ലൈഫത്തെ ലേണിങ് പഠനം കഴിഞ്ഞു എന്നാണ്. ബട്ട് ശരിക്കില്ല, നമ്മളെ ലേണിങ് അല്ലെങ്കിൽ പഠനം തുടങ്ങണതന്നെ നമ്മളെ കോളേജ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്കൂൾ പ്രോഗ്രാം ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. നിങ്ങൾ ഈ സ്കൂൾ കോളേജ് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ ലൈഫിൽ ലേൺ ചെയ്യുന്നത്? ഞാൻ പറയുന്നത് കോഴ്സ് എടുത്ത് പഠിച്ച അങ്ങനത്തെ അല്ല, വേറെ എന്തൊക്കെ അനുഭവങ്ങളിലൂടെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കണേ. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ഫ്യൂച്ചർ ലൈഫിൽ നിൽക്കുക. സോ അപ്പോൾ എപ്പോഴും ചെയ്യുക, നിങ്ങളെ ലൈഫിൽ എപ്പോഴും ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു സ്കില്ലിനെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്ന ഒരാളാണ്. അതായത് നിങ്ങൾ ലൈഫിൽ ഏതൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാലും എത്ര ഹൈ പെർഫോമിൽ എത്തിക്കഴിഞ്ഞാലും വീണ്ടും ആ ഫീൽഡിൽ ഇങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പഠിച്ചത് ലേൺ ചെയ്തുകൊണ്ടേ നിൽക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഫീൽഡിൽ ഏതായാലും, ഇപ്പോൾ നിങ്ങളൊരു എംപ്ലോയി ആയാലും സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയാലും നിങ്ങളൊരു ബിസിനസ് ആയാലും ഇൻവെസ്റ്റർ ആയാലും ഏതായാലും ആ സംഭവത്തിൽ എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെ ഫീൽഡിലെ ഇൻഡസ്ട്രി ട്രെൻഡ്സ്, AI, ടെക്നോളജി, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീൽഡിലെ തിയററ്റിക്കലായിട്ടുള്ള നോളജും അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള നോളജും ഈ സംഭവങ്ങൾ എപ്പോഴും ഇങ്ങനെ ലേൺ ചെയ്തുകൊണ്ട് എപ്പോഴും ഇങ്ങനെ അക്യൂർ ചെയ്തുകൊണ്ടേ നിൽക്കുക. സോ അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായി നിർത്തുന്നു. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്താൻ ആഗ്രഹം ഒരാളാണെന്നുണ്ടെങ്കിൽ just subscribe for more videos. See you in the another video.